എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 5 മത്സരങ്ങളുള്ള ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര 25-ാം തീയതി ആരംഭിക്കാനിരിക്കെ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി ആദ്യ 2 ടെസ്റ്റുകളിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് പിന്മാറിയത് എന്നാണ് കോഹ്ലി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇത് ഇന്ത്യയ്ക്ക് വൻ തിരിച്ചടിയാകും. ഇന്ത്യ-ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് ജനുവരി 25-ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. രണ്ടാം ടെസ്റ്റ് ഫെബ്രുവരി 2-ന് വിശാഖപട്ടണത്ത് വെച്ചും നടക്കും. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ 2 ടെസ്റ്റുകളിൽ നിന്നാണ് വിരാട് കോഹ്ലി അവധി ആവശ്യപ്പെട്ടത് എന്നാണ് BCCIയുടെ റിപ്പോർട്ട്. വിരാട് കോഹ്ലിക്ക് പകരം മലയാളി താരം സഞ്ജു സാംസൺ ടീമിലേക്ക് തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ട്. ഇനി ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റിനുള്ള സാധ്യത 11 നോക്ക് പരിശോധിക്കാം. ഓപ്പണിംഗിൽ രോഹിത്, ജയ്സ്വാൾ സഖ്യം തന്നെ ഇറങ്ങും. 3-മനായി ശുഭ്മൻ ഗില്ല് എത്തുമ്പോൾ 4-മനായി ശ്രേയസ് അയ്യർ എത്തും. 5-മനായി KL രാഹുലും 6-മനായി സഞ്ജു സാംസണും ഇറങ്ങും. അതിനുശേഷം രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ തുടങ്ങിയ ഓൾറൗണ്ടർമാരും 2 ഫാസ്റ്റ് ബൗളർമാരായ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും കൂടാതെ കുൽദീപ് യാദവും എന്നിവരും ചേർന്ന് ബൗളിംഗ് നിര നിയന്ത്രിക്കും. കോഹ്ലിയുടെ അഭാവം ടീമിന് തിരിച്ചടിയാകുമെങ്കിലും മറ്റു കളിക്കാർ എല്ലാം ഫോമിലാണ് എന്നതുകൊണ്ട് ഇന്ത്യക്ക് ആശ്വസിക്കാം. അഫ്ഗാനുമായുള്ള മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. അതേ ഫോം ഇനിയും തുടർന്നാൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനോടും അനായാസം വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പരമ്പരകളിലെ പോലെ തന്നെ ഇന്ത്യ ഈ പരമ്പര തൂത്തുവാരുമെന്ന് ഉറപ്പാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.